കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. തുള്ളൽ അരങ്ങിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനും കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവിയുമായിരുന്ന കലാമണ്ഡലം മോഹനകൃഷ്ണന്റെ വിരമിക്കലിന്റെ ഭാഗമായി ആദരവ് സംഘടിപ്പിച്ചു. ധന്യം മോഹനം എന്ന പേരിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്ന പരിപാടി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണെങ്കിലും നമ്മൾ കലാമണ്ഡലം അദ്ദേഹത്തെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം ഒന്നാം തീയതി പോലെ തന്നെ വീണ്ടും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അത്രമാത്രം വിലമതിക്കുന്ന തരത്തിലുള്ള, വിലമതിക്കാനാവാത്ത തരത്തിലുള്ള സംഭാവനകളും അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ തുള്ളൽ വിഭാഗവുമായി അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാ റിട്ടയർമെന്റ് പറയുന്ന ഒരു വിഷമമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകൻ 56-ാം വയസ്സിൽ പിരിയേണ്ടതല്ല എന്നുള്ളതാണ്. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും യൂണിവേഴ്സിറ്റി അധ്യാപകൻ 60 വയസ്സിലാണ് പിരിയുന്നത്. നിർഭാഗ്യകരം എന്ന് പറയേണ്ടു. നമ്മുടെ ഒരു കലാമണ്ഡലത്തിൽ പലതവണ നമ്മൾ സർക്കാരിന് എഴുതിയിട്ടുണ്ടെങ്കിലും പലതവണ കൂടുതലും പോയിട്ടുണ്ട്. ഇതുവരെയും അതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത പ്രതീക്ഷ എന്നത് ഒരു സമ്പൂർണ്ണ യൂണിവേഴ്സിറ്റി ആകുമ്പോഴെങ്കിലും കലാമണ്ഡലം സർവകലാശാലയ്ക്ക് മറ്റ് സർവകലാശാലക്കുള്ള ആ ഒരു തുല്യത, ആ ഒരു തുല്യ പദവി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം ഇവിടെ കൂടുതലും ധാരാളം ആൾക്കാർ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ ഒരു സന്ദർഭത്തെ ധന്യമാക്കുന്ന മറ്റ് ധാരാളം ഹരീഷ് ശ്യാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയുണ്ട്. അതൊക്കെ പ്രദർശിച്ചിട്ടാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കേരള കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവിയായിരുന്ന കലാമണ്ഡലം മോഹനകൃഷ്ണൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ ശിഷ്യരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് ധന്യം മോഹനം എന്ന പേരിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആദരവ് സംഘടിപ്പിച്ചത്. പത്മശ്രീ കലാമണ്ഡലം ഗോപി ഉപഹാര സമർപ്പണവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ടീച്ചറെ ഒന്നും കൊണ്ട് സൈഡ് നമ്മുടെ VC അനന്തകൃഷ്ണൻ സാറ്, മറ്റ് വിദഗ്ധരായ വ്യക്തിത്വങ്ങളെ, സഹോദരരായ സദസ്യരെ, ഈ ഓട്ടംതുള്ളൽ എന്ന ഈ കല ഇല്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ സ്ഥിതി നമുക്ക് ആലോചിക്കാൻ സാധിക്കുന്നു. അതായത് ജനകീയ കല, ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കല, അത് കുഞ്ചൻ നമ്പ്യാർ അതിനെ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു കല ഉണ്ടാവുമായിരുന്നില്ല. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ മംഗളപത്ര സമർപ്പണം നിർവഹിച്ചു. പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പത്മശ്രീ രാമചന്ദ്ര പുലവർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ, ജയരാജ് വാര്യർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ഹരീഷ് രാമകൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരിയും പ്രവീൺ വടകര അവതരിപ്പിച്ച ഓട്ടൻതുള്ളലും കലാമണ്ഡലം റോഷൻ ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച നൃത്തനാടക സമന്വയവും അരങ്ങേറി.
നാദ ഗോപൻ മൈന്ദ മുകുന്ദ മുരളീധര ഗോപാല മാധവായ നാദ ഗോപൻ മൈന്ദ മുകുന്ദ മുരളീധര ഗോപാല മാധവ നോദ ഗോപൻ മൈന്ദ മുകുന്ദ മുരളീധര ഗോപാല മാധവ മുരളീധര ഗോപാല മാധവ നോദ റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി. ഈ കഥ ഇപ്പോൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം. 2016 ഞങ്ങൾ +2ൽ ചേർന്നു. ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത്. 2018 ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി. ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു. കൂടെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കും ചേർന്നു. 2019 ഞങ്ങൾ ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നു. ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. 2020 ഞങ്ങൾ 3ാം വർഷം ഡിഗ്രി പഠിക്കുന്നു. ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു. 2021 ഞങ്ങൾ PG പഠനം തുടങ്ങി. ഞങ്ങൾ മാസം 50,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു. 2022 ഞങ്ങൾ PG പഠനം തുടരുകയാണ്. ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് 75,000 മുതൽ 1,00,000 വരെ മാസം സമ്പാദിക്കുന്നു. 2023 ഞങ്ങൾക്കൊരു ജോലി തരുമോ? യെസ്, ഇവിടെ ജോലി നൽകുന്നുണ്ട്. ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ? വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ? സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9947656565.